Analysis of frames without sway എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചെയ്തത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ബീംസിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ഫ്രെയിംസ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ബീംസ് ആൻഡ് കോളംസ് which are joined up together. ഇപ്പം ബീമും കോളം വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പം ഇതിൽ കൊടുത്തേക്കുന്ന എന്താണ്? വിത്തൗട്ട് സ്വേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വിത്ത് സ്വേ ഉണ്ടാകാം, വിത്തൗട്ട് സ്വേ ഉണ്ടാകാം. അപ്പം സ്വേ എന്താണെന്ന് അറിയണം. സ്വേ എന്ന് പറഞ്ഞാൽ ഒരു കോളമിലുണ്ടാവുന്ന സൈഡ് വേർഡ് മൂവ്മെൻ്റ് ആണ്. അതായത് ലോഡ് ലാറ്ററലി ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോളം റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവാം. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഡിഫ്ലക്ഷനെയാണ് നമ്മൾ സ്വേ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫിഗർ വെച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഫിഗേഴ്സും വിത്തൗട്ട് സ്വേ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫിഗർ ആദ്യം പറയാം. യു ക്യാൻ സീ എ പോർട്ടൽ ഫ്രെയിം എ ബി സി ഡി. എ സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, ഡി സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, സിയിൽ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്, ബിയിൽ ഒരു ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഈ സിയിൽ ഇങ്ങനൊരു റോളർ സപ്പോർട്ട് ഇല്ല എന്ന് ഇമാജിൻ ചെയ്യാം. ശരിക്കും അപ്പോൾ സംഭവിക്കുക എന്താ? ഒരു ഡബ്ല്യു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പം ടെൻഡൻസി ഓഫ് ദിസ് ലോഡ്, അതായത് ഈ ടെൻഡൻസി ഉണ്ടാവുക എങ്ങനെയായിരിക്കും? ഡബ്ല്യു ലോഡ് കാരണം ബി എന്ന് പറഞ്ഞ പൊസിഷൻ എങ്ങോട്ടേക്ക് മാറും? ബി ഡാഷ് എന്ന പൊസിഷനിലേക്ക് മാറും. ഓക്കെ, ബി എന്ന് പറഞ്ഞ പൊസിഷൻ പുതിയൊരു ലൊക്കേഷൻ, അതായത് ബി ഡാഷിലേക്ക് മാറും. ഞാൻ പറയുന്ന കണ്ടീഷൻ എന്താണ്? ഇഫ് ദർ ഇസ് നോ റോളർ സപ്പോർട്ട് ഇൻ സി. അതേപോലെ തന്നെ ഇപ്പം ബി അങ്ങോട്ടേക്ക് മാറുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സിയും കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ബി ഡാഷ് എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തു, സി ഡാഷ് എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ലോപ്പ് 0 ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ പറയുന്ന കാര്യം സി സപ്പോർട്ടിൽ ഒരു റോളർ അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ട് ഒന്നുമില്ലാത്ത കേസാണ്. പക്ഷെ ശരിക്കും ഫിഗറിൽ എന്തുണ്ട്? ഫിഗറിൽ ഒരു സപ്പോർട്ട്, അതായത് ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഒരു ഡബ്ല്യു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി സപ്പോർട്ടിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് ആ മൂവ്മെൻറ്റിനെ അത് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനത്തെ കേസിൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. സോ ഇഫ് ഇറ്റ് ഇസ് എ റോളർ, ഇഫ് ഇറ്റ് ഇസ് എ ഫിക്സ്ഡ് സപ്പോർട്ട് ഓർ ഇഫ് ഇറ്റ് ഇസ് എ ഹിഞ്ച്ഡ് സപ്പോർട്ട്, ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം, ഈ ഒരു മെമ്പേഴ്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രെയിമിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ ഫ്രെയിം വിത്തൗട്ട് സ്വേ. മൂവ്മെൻറ്റ് ഇല്ലാത്ത ഫ്രെയിമിനെയാണ് നമ്മൾ വിത്തൗട്ട് സ്വേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ടേംസിൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ദ മെമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ അത് വിത്തൗട്ട് സ്വേ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ സ്വേ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പം ഈ എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഇവിടെ കൊടുത്തേക്കുന്നത് സ്വേ ഇസ് പ്രിവെൻറ്റഡ് ബൈ ദ അൺഈൽഡിങ് സപ്പോർട്ട്. അൺഈൽഡിങ് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് അവിടെ റിജിഡ് ആയിട്ടുണ്ട്. ആ സപ്പോർട്ട് കാരണം മൂവ്മെൻ്റ് ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്വേ ഇവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത് സിയിലുള്ള സപ്പോർട്ടാണ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഫിഗർ നോക്കാം. ഹിയർ യു ആർ ഹാവിങ് എ ബി സി ഡി. ഇത് രണ്ടും എ അതേപോലെ ഡി ഇവിടെ സെയിം ലെവലിലായിരുന്നു. ഇവിടെ എയും ഡിയും എന്താണ്? ഡിഫറെൻറ്റ് ലെവലിലാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ലെവലിലാവുമ്പോൾ തന്നെ സിമെട്രി ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവില്ല. ജോമെട്രി കാരണം ഉണ്ടാകുന്ന സിമെട്രി ഈ പറഞ്ഞ ബീമിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രെയിമിൽ ഇല്ല. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഒരു ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡബ്ല്യു ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഈ ലോഡ് കാരണം ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ സ്വേ ഉണ്ടാവുമോ? അവിടെ സ്വേ ഉണ്ടാവില്ല. സിൻസ് ഡിഫ്ലക്ഷൻ ഇസ് 0 ഫോർ ദിസ് പെർട്ടിക്കുലർ ഫ്രെയിം, സ്വേ ഇസ് ഓൾസോ 0. ഓക്കെ, അവിടെ സ്വേ ഉണ്ടാവില്ല. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫ്രെയിം വിത്തൗട്ട് സ്വേ. സോ ഹിയർ സ്വേ ഇസ് പ്രിവെൻറ്റഡ് ബൈ എ അൺഈൽഡിങ് സപ്പോർട്ട്. ഇവിടെ ഒരു സപ്പോർട്ട്, ഫിക്സ്ഡ് എൻഡ് സപ്പോർട്ട് ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കില്ല, മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇവിടെ ഈ സപ്പോർട്ട് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ABCD ഉണ്ട്, A ലെവൽ അതേപോലെ ഡിയുടെ ലെവൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്, അതായത് സിമെട്രി ഡ്യൂ ടു ജോമെട്രി ഇല്ല. ഇങ്ങനൊരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും, സ്വേ ഉണ്ടാകും. ഓക്കെ, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച പോലെ B എന്ന് പറഞ്ഞ സംഭവം ഒരു പുതിയ ലൊക്കേഷൻ B' മൂവ് ചെയ്യും, അതേപോലെ C എന്ന് പറഞ്ഞ സംഭവം C' മൂവ് ചെയ്യും. ഓക്കെ, സോ അവിടെ എന്ത് സംഭവിക്കും, സ്വേ ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിൽ ഈ പറഞ്ഞ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്വേ റെസ്ട്രിക്റ്റഡ് ആണ്, കാരണം ഇവിടെ ഒരു അൺയീൽഡിങ് സപ്പോർട്ട്, അതായത് റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 ഫിഗേഴ്സ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫിഗേഴ്സ് നിങ്ങൾ ജോമെട്രി വൈസ് നോക്കുവാണെങ്കിൽ എല്ലാം ഒരേപോലെയാണ്. ഓക്കെ, അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നുമില്ല, എല്ലാം സെയിം ലെവലിലാണ് ഉള്ളത്. സോ ABCD. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ ലോഡിങ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന ലോഡ് BC മെമ്പറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, AB എന്ന് പറഞ്ഞ കോളം ആയിരിക്കും, CD എന്ന് പറഞ്ഞ കോളമാണ്, BC എന്ന് പറഞ്ഞ ബീമാണ്. സോ ഇതാണ് യൂഷ്വലി നമ്മുടെ ബീം കോളം കോമ്പിനേഷനാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കൊടുത്തേക്കുന്ന W ലോഡാണ്. ബിയിൽ നിന്ന് L/2 ഡിസ്റ്റൻസിലാണ് W ലോഡ് ആക്ട് ചെയ്യുന്നത്, സിയിൽ നിന്ന് L/2 ഡിസ്റ്റൻസിലാണ് W ലോഡ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ സിമെട്രി ഈസ് ദെയർ ഫോർ ദ ലോഡിങ് ഓൾസോ. BC ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എക്സാക്ട്ലി സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്വേ ഉണ്ടാവില്ല, കാരണം ജോമെട്രി വൈസ് അവിടെ സിമെട്രി ഉണ്ട്, അതേപോലെ ലോഡിങ് കാരണം സിമെട്രി ഉണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ സ്വേ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇവിടെയും ജോമെട്രി വൈസ് നമ്മുടെ ഫിഗറിന് എന്തുണ്ട്, സിമെട്രി ഉണ്ട്. ലോഡ് വൈസ് എങ്ങനെയാണ്, ഇത് എക്സാക്ട്ലി സെൻറ്റർ ലൈൻ ആണ് കാണിച്ചേക്കുന്നത്. അപ്പം B സപ്പോർട്ടിൽ നിന്നും A ഡിസ്റ്റൻസിലാണ് ഒരു W ലോഡ് ആക്ട് ചെയ്യുന്നത്, C സപ്പോർട്ടിൽ നിന്ന് A ഡിസ്റ്റൻസിലാണ് W ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ലോഡിങ് കാരണം ഇവിടെ സിമെട്രി ഉണ്ട്, ജോമെട്രി കാരണവും സിമെട്രി ഉണ്ട്, അതായത് ഇവിടെ ഒരു സ്വേ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. നെക്സ്റ്റ് ഫിഗറിൽ ABCD ഫ്രെയിമിൽ ഒരു ലാറ്ററൽ ലോഡ്, അതായത് ലോഡ് ഇസ് ആക്ടിങ് ഓൺ ദ കോളം, അതേപോലെ CD കോളത്തിൽ ഒരു ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മുടെ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ കോളമിൽ എപ്പോഴും ലോഡ് എങ്ങനെയായിരിക്കും, പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും. ഇതാണല്ലോ നമ്മുടെ ഫ്രെയിം. ഓക്കെ, അപ്പോൾ AB മെമ്പറിൽ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കായിരിക്കും ലോഡിങ് ഉണ്ടാവുക, പുറത്തുനിന്ന് അകത്തേക്കുള്ള ഡയറക്ഷൻ. ഇത് നമ്മുടെ ബിൽഡിംഗ് ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്കുള്ള ഡയറക്ഷനിലായിരിക്കും ലോഡ് ഉണ്ടാവുക. ഒരു ഫ്രെയിം ആലോചിക്കുകയാണെങ്കിൽ ലാറ്ററൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വിൻഡ് ലോഡ് അല്ലെങ്കിൽ സീസ്മിക് ലോഡ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ലാറ്ററൽ ലോഡായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ലോഡ് എപ്പോഴും ബിൽഡിങ്ങിൻ്റെ പുറത്തു നിന്ന് അകത്തേക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ആക്ച്വൽ സിനാരിയോയിൽ ഉണ്ടാവുക. സോ W is acting from ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ആ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതേപോലെ CD മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഫ്രെയിമിൻ്റെ പുറം, ഇതാണ് അകത്തേക്ക്. സോ ദ ഡയറക്ഷൻ വിൽ ബി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇവിടെയും സിമെട്രി ഓഫ് എന്തുണ്ട്, ജോമെട്രി ഉണ്ട്, അതേപോലെ ലോഡിങ് കാരണമുള്ള സിമെട്രിയും ഉണ്ട്. സോ ഹിയർ ഓൾസോ വാട്ട് യു ക്യാൻ സേ, ദർ ഇസ് നോ സ്വേ ഡ്യൂ ടു ദ ജോമെട്രി ആസ് വെൽ ആസ് ലോഡ് സിമെട്രി. ഓക്കെ, സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വേ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ പോസിബിലിറ്റി ഇല്ലേ, അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡിലേക്ക് ഫസ്റ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ ആണ്. ഓക്കെ, സോ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. Analyze the frame shown in figure by slope deflection method. Draw the bending moment diagram. Okay, so ഇവിടെ ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. AB അതേപോലെ CD എന്ന് പറയുന്നത് കോളംസ് ആണ്. ഇവിടെ BC എന്ന് പറയുന്നത് നമ്മുടെ ബീമാണ്. ഓക്കെ, ഇനിയിപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദ മെമ്പർ AB is I, CD is I, and the moment of inertia for BC is 2I. ഇതിൻ്റെ സ്പാന് 4 മീറ്റർ ആണ്, സിഡിയുടെ സ്പാന് 4 മീറ്റർ ആണ്, BCയുടെ സ്പാന് 6 മീറ്റർ ആണ്. ലോഡിങ് ആകെയുള്ളത് ഈ ഒരു BC മെമ്പറിലാണ് 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. AB സ്പാൻ അതേപോലെ CD സ്പാനിൽ ലോഡിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റെപ്പ് വൈസ്
നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കണം മെമ്പേഴ്സിന്റെ. പിന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് എഴുതണം. പിന്നെ ജോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇക്വേഷൻസ് എഴുതണം. സോ എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ആ ഇക്വേഷൻസ് വഴി നമ്മൾ അൺനോൺസ് കണ്ടുപിടിക്കുക. അൺനോൺസ് കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ അനാലിസിസ് ഓഫ് ബീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ഫ്രെയിം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. പിന്നൊരു കാര്യം, മോസ്റ്റ്ലി നമ്മുടെ ഫ്രെയിമിന്, മോസ്റ്റ്ലി എന്നല്ല, കുറച്ചും കൂടി പ്രോബ്ലംസ് എന്താ പറയുക വലുതായതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരെ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള ഫ്രെയിംസ് അനലൈസ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം, അതിനൊരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം മനസ്സിലാവുന്ന രീതിയിൽ. സാധാരണ ബീംസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം ABCD എന്നൊരു സ്പാൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് A സപ്പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം BCD ആ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യും. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ് എഴുതുന്നതെങ്കിൽ ആദ്യം MFAB എഴുതും, പിന്നെ MFBA എഴുതും, പിന്നെ MFBC എഴുതും, പിന്നെ MFCB എഴുതും. ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യുന്നത് എന്താണ്, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ഓരോരോ സപ്പോർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. ഫ്രെയിമിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അനലൈസ് ചെയ്യേണ്ട ഫ്രെയിമിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അകത്ത് നിന്നിട്ടാണ് നമ്മൾ മെമ്പേഴ്സിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിൻ്റെ ഇക്വേഷൻസ് എഴുതേണ്ടത്. അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെമ്പർ എന്താണ്, നമ്മൾ സെൻറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരെ കാണുന്നത് BC മെമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നോക്കേണ്ടത് എങ്ങോട്ടേക്കാണ്, ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് നോക്കുക. ലെഫ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏത് മെമ്പർ ആയിരിക്കും, കോളം AB ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, സോ ഇവിടെ AB എന്ന മെമ്പറിൽ ലോഡിംഗ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്കറിയാം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എടുക്കാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, സെൻറ്റർ ലോഡിംഗ് ആണ്, എക്സെൻട്രിക് ലോഡിംഗ് ആണ്, ചിലപ്പം UDLും വന്നേക്കാം. അപ്പോൾ ഓരോ കേസിനും ഏത് രീതിയിലാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഇക്വേഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഓർമ്മിക്കേണ്ട കാര്യം, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എഴുതുമ്പം ആദ്യം എഴുതേണ്ട ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഏതാണ്, MFAB എഴുതുക, പിന്നെ MFBA എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ സ്ട്രെയിറ്റ് ആണ് നോക്കുന്നത്, ഈ മെമ്പർ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ മെമ്പറിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായി, MFBC വന്നു, പിന്നെ MFCB വന്നു. ഓക്കെ, ആ മെമ്പറും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ മെമ്പർ CD ആണ്. അപ്പോൾ ഈ മെമ്പറിനെ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നടുക്കിൽ നിന്ന് റൈറ്റിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ആദ്യം എന്ത് മെമ്പറാണ് വരിക, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഏത് വാല്യൂ ആണ് വരിക, MFCD വരും, പിന്നെ MFDC വരും. ഈ രീതിയിലാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ ഇക്വേഷൻസ് എഴുതേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ MBC CB MBA AB അങ്ങനെ എഴുതാൻ പാടില്ല. ഈ പറഞ്ഞ അതേ ഫോമിൽ തന്നെ എഴുതുമ്പോഴാണ് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഈ കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ അറിയാം ABCD ഏകദേശം ആ രീതിയിലാണെന്ന്, ചിലപ്പം ആ രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം വരുന്നത് ഏത് കേസിലാണ്, ഇമാജിൻ യു ആർ ഹാവിങ് എ സിംഗിൾ കോളം ആൻഡ് യു ആർ ഹാവിങ് 2 ബീംസ്. ഇപ്പോൾ ഈ T എന്ന രീതിയിലാണ് വരുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതാണല്ലോ കോളം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നടുക്ക് നിന്നാൽ മതി. ഓക്കെ, അതായത് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കോളംസ് ഉണ്ട്. പക്ഷെ ചില കേസസിൽ എന്ത് സംഭവിക്കാം, കോളം വെറും 1 മാത്രമാകാം. അപ്പം കോളമിൻ്റെ ലെഫ്റ്റിൽ നിൽക്കണോ അല്ലെങ്കിൽ റൈറ്റിൽ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അവിടെയുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ഇനി പറയാൻ പോകുന്നത്. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ലോഡിങ്സ് വരുന്നത് ഫ്രെയിമിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്കാണ്. ഈ ഫിഗറിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ കോളം. ഈ കോളമിൽ ലോഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത്, ഇത് ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ അകം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫ്രെയിമിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ലോഡിങ് വരുന്നത് പുറത്തു നിന്ന് അകത്തേക്കാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് ഈ മെമ്പർ നോക്കിയേ, ഈ മെമ്പറിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനാണ്, അകം എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനാണ്.
ലോഡിങ് എങ്ങനെയാണ് വരുന്നത്? പുറത്തുനിന്ന് അകത്തേക്ക്. ഓക്കെ, സോ ഓർമ്മിക്കുക, എപ്പോഴും ഫ്രെയിമിൻ്റെ ലോഡിങ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ലോഡിങ്സ് വരുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് എന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ W എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത്? പുറത്തുനിന്ന് അകത്തേക്കാണല്ലോ വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എവിടുത്തെ കോളം ആയിരിക്കും? ഈ ഒരു കോളമാണോ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കോളം ആയിരിക്കുമോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരുന്നതെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അതായത് പേഴ്സൺ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്ക് നോക്കിയിട്ടാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടത്. എക്സാക്ട്ലി സെൻറ്ററിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ലെഫ്റ്റിൽ നോക്കി ഈ മെമ്പറിൻ്റെ വാല്യൂസ് ഒക്കെ എഴുതി, പിന്നെ ഈ മെമ്പറിൻ്റെ വാല്യൂസ് എഴുതി, ഈ മെമ്പർ എഴുതി. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ ചില കേസിൽ ലോഡിങ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എവിടെ നിന്നിട്ടാണ് നോക്കേണ്ടത്? കോളമിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെമ്പറിനെയാണ് നോക്കുന്നത്. മെമ്പർ എന്ന് പറയുമ്പം BD ആയിരിക്കും മെമ്പർ, പക്ഷെ റീഡിങ് എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം എഴുതേണ്ടത് MFDB പിന്നെ MFBD. ഓക്കെ, അതായത് ലോഡിങ് എടുക്കുന്ന സമയത്ത് മാറിപ്പോകാൻ പാടില്ല. എക്സാക്ട്ലി സെൻറ്ററിലാണെങ്കിൽ പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഇനി എക്സെൻട്രിക് ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഇഷ്യൂസ് വന്നേക്കാം. അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. അപ്പം ഇങ്ങനൊരു കേസാണ് ലോഡിംഗ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദ കണ്ടീഷൻ ഇസ് ദിസ്. ഈ അടുത്ത ഭാഗത്ത് കാണിച്ചേക്കുന്ന കണ്ടീഷനാണ് ഇത്. ഓക്കെ, ഇനി അഥവാ ലോഡിങ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് എ കോളം ഓഫ് ദിസ് ടൈപ്പ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എവിടുന്ന് എങ്ങോട്ടേക്കാണ് നോക്കുന്നത്? ഈ പേഴ്സൺ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നോക്കുന്നത്. നോക്കുന്ന ആ ഡയറക്ഷനിലേക്കാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പേഴ്സൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. ഓക്കെ, എക്സാക്ട് സെൻറ്ററിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഡയറക്ഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ലോഡ് പുറത്ത് നിന്ന് അകത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീംസ് എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഫ്രെയിമും അനലൈസ് ചെയ്യുന്നത്. ആദ്യം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക, പിന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതുക, പിന്നെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നോക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര അൺനോൺസ് ആണോ അത്രയും നമുക്ക് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് അൺനോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. സോ സെയിം സ്റ്റെപ്സ് എന്താണോ ബീംസിൽ ഫോളോ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ഫ്രെയിംസിൻ്റെ കേസിലും ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് നോക്കുക. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രെയിമാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ദ പേഴ്സൺ ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട മെമ്പർ ഏതാണ്? AB ആണ് കൺസിഡർ ചെയ്യേണ്ടത്, പിന്നെ BC, പിന്നെ CD. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആദ്യം MFAB എന്താണോ വാല്യൂ അത് നോക്കാം. സിൻസ് ഹിയർ നോ ലോഡിംഗ് ഇസ് ദെയർ യു വിൽ ബി ഗെറ്റിംഗ് MFAB ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് MFBA എന്ന് പറഞ്ഞാൽ എന്താ? അതും 0 ആയിരിക്കും, കാരണം ലോഡിംഗ് ഒന്നും ഇല്ല. നെക്സ്റ്റ് BC സ്പാൻ ആണുള്ളത്. BCയുടെ MFBC കണ്ടുപിടിക്കാം, അതേപോലെ MFCBയും കണ്ടുപിടിക്കാം. ഓക്കെ, BC എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇക്വേഷൻ ഇവിടെ നോക്കുക. BC സ്പാൻ ആണിത്, ഇവിടെ മാത്രമേ ലോഡിംഗ് ഉള്ളൂ. CD സ്പാനിൽ ലോഡിംഗ് ഇല്ല. അപ്പോൾ ഡയറക്റ്റ്ലി അവിടെയും 0 എന്ന് എഴുതിയാൽ മതി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. MFCD ഈസ് ഈക്വൽ ടു MFDC ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് വേണമെങ്കിൽ അവിടെ ലോഡിന് വാല്യൂ വേണം. സിൻസ് ദർ ഇസ് നോ ലോഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആസ് 0. BC സ്പാനിലുള്ള വാല്യൂ നോക്കാം. അപ്പം നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആണെങ്കിൽ മൈനസ് വാല്യൂ ആയിരിക്കും, ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ വി ആർ അസ്യൂമിങ് ദ സപ്പോർട്ട്സ് ടു ബി ഫിക്സ്ഡ് ഓവർ ഹിയർ. അപ്പോൾ BCയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 40 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പം ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് എ UDL ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MFBC എന്ന് പറഞ്ഞാൽ -WL²/12 ആയിരിക്കും. MFCB എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് WL²/12 ആയിരിക്കും. ഇവിടെ Wയുടെ വാല്യൂ 40 ആണ്, Lൻ്റെ വാല്യൂ 6 ആണ്. സോ 40 × 6²/12 ഇസ് ഈക്വൽ ടു -120 kN/m. ഇതേ വാല്യൂ ആയിരിക്കും, പക്ഷെ പോസിറ്റീവ്, അതായത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും MFCBക്ക് വരിക. സോ ഇറ്റ് ഈസ് 120 kN/m. സോ ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. സോ ആദ്യം moment for the span AB എഴുതുക. MAB is equal to MFAB plus 2EI by L into 2 theta A plus theta B minus 3 delta by L.
ക്വസ്റ്റനിൽ എവിടെയും ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെൽറ്റയുടെ വാല്യൂ എല്ലാ ഇക്വേഷൻസിലും 0 ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെയുള്ള തീറ്റ എ അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് എ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി തീറ്റ ഡി വാല്യൂ 0 ആയിരിക്കും, കാരണം ഫിക്സ്ഡ് സപ്പോർട്ടാണ് ഡിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ലോപ്പും 0 ആയിരിക്കും. സോ തീറ്റ എ ആൻഡ് തീറ്റ ഡി വിൽ ബി ഈക്വൽ ടു 0. ഇനി ഏതൊക്കെ അൺനോൺസ് ഉണ്ടാവുക ഈ ഒരു പ്രോബ്ലത്തിൽ? തീറ്റ ബിക്ക് വാല്യൂ ഉണ്ടാവും, അതേപോലെ തീറ്റ സിക്ക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് കിട്ടിയ എം എഫ് എ ബിയുടെ വാല്യൂ 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ പ്ലസ് 2ei/L. ഇവിടെ ഐയുടെ വാല്യൂ നോക്കുക. ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? നമ്മൾ ആദ്യം എടുത്തേക്കുന്ന എ ബി സ്പാൻ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഐ തന്നെയാണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 2ei ഡിവൈഡ് ബൈ എല്ലിൻ്റെ വാല്യൂ 4 ആണ്. തീറ്റ എയുടെ വാല്യൂ 0 ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തീറ്റ എ ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് 0 ആയിരിക്കും. ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്. സോ വെൻ യു ആർ സോൾവിങ് യു വിൽ ബി ഗെറ്റിംഗ് 2ei/4 ഇൻറ്റു തീറ്റ ബി. അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. സോ എം എ ബി ഇസ് ഈക്വൽ ടു 1/2ei തീറ്റ ബി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ എം ബി എ കണ്ടുപിടിക്കണം. എം ബി എ ഇസ് ഈക്വൽ ടു എം എഫ് ബി എ പ്ലസ് 2ei/L ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ എ മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തീറ്റയുടെ വാല്യൂ 0 ആണ്, ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്. ആകെ ഉണ്ടാവുക 2 തീറ്റ ബി ആണ്. എം എഫ് ബി യുടെ വാല്യൂ 0 ആണ്. സോ 2 ഇൻറ്റു 2 4 4ei/4 തീറ്റ ബി അതാണ് വാല്യൂ വരിക. അതായത് എം ബി എയുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ei തീറ്റ ബി. നെക്സ്റ്റ് സ്പാൻ കൺസിഡർ ചെയ്യുന്നത് ബി സി ആണ്. എം ബി സി ഇസ് ഈക്വൽ ടു എം എഫ് ബി സി പ്ലസ് 2ei/L ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ സി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഇവിടെ തീറ്റ ബിക്ക് വാല്യൂ ഉണ്ടാവും, തീറ്റ സിക്ക് വാല്യൂ ഉണ്ടാവും. അപ്പം എം എഫ് ബി സി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് -120 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മുടെ സ്പാൻ ബി സിയിൽ കൊടുത്തേക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ 2i ആണ്. സോ 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് i. സോ 2e ഇൻറ്റു 2i/6. സ്പാൻ ലെങ്ത് 6 മീറ്റേഴ്സ് ആണ്. സോ 2 തീറ്റ ബി പ്ലസ് തീറ്റ സി. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -120 പ്ലസ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8/6 ഇസ് ഈക്വൽ ടു 4/3 ei തീറ്റ ബി പ്ലസ് 2 2s are 4/6 2/3 ei തീറ്റ സി. സോ ഇതും നമുക്ക് കിട്ടി, അതായത് എം ബി സിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? എം സി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇക്വേഷൻ എഴുതുക. എം എഫ് സി ബി പ്ലസ് 2ei/L ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഐയുടെ വാല്യൂ 2i ആണ്, എല്ലിൻ്റെ വാല്യൂ 6 ആണ്. ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 120 പ്ലസ് 4/3 ei തീറ്റ സി പ്ലസ് 2/3 ei തീറ്റ ബി. എം സി ബിയുടെ വാല്യൂം കിട്ടി. നെക്സ്റ്റ് വേണ്ടത് എം സി ഡി ആണ്, അതായത് കോളം മെമ്പർ സി ഡിയുടെ മൊമെന്റ് ആണ് വേണ്ടത്. അവിടെ ലോഡിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ 0 ആയിരുന്നു. സോ എം എഫ് സി ഡി പ്ലസ് 2ei/L 2 തീറ്റ സി പ്ലസ് തീറ്റ ഡി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. തീറ്റ ഡിയുടെ വാല്യൂ 0 ആണ്, ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് നമ്മൾ ആ സ്പാൻ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ ലോഡിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരുന്നു. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 എന്താണ്? 4 സ്പാൻ വാല്യൂ 4 ആണ്. സോ 4 ei തീറ്റ സി ബൈ 4 ചെയ്ത എം സി ഡിയുടെ വാല്യൂ ei തീറ്റ സി ആണ് കിട്ടുക. നെക്സ്റ്റ് എം ഡി സി ഇസ് ഈക്വൽ ടു എം എഫ് ഡി സി പ്ലസ് 2ei/L ഇൻറ്റു 2 തീറ്റ ഡി പ്ലസ് തീറ്റ സി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഡിയുടെ വാല്യൂ 0 ആണ്, ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്. ബാക്കി ഉണ്ടാവുക എന്താണ്? 2ei/4 തീറ്റ സി, അതായത് 1/2 ei തീറ്റ സി ആണ് എം ഡി സിയുടെ വാല്യൂ. അപ്പം നമ്മൾ എല്ലാ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസും എഴുതി. നെക്സ്റ്റ് ജോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് എഴുതേണ്ടത്. നമുക്കൊന്ന് നമ്മുടെ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമുക്കറിയാം തീറ്റ എയുടെ വാല്യൂ 0 ആണ്, തീറ്റ ഡിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി ജോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ജോയിൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെയുള്ള ജോയിൻസ് ഏതൊക്കെയാണ്? ജോയിന്റ് ബി ഉണ്ട്, ജോയിന്റ് സി ഉണ്ട്. ജോയിന്റ് ബിയിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? സം ഓഫ് ഓൾ ദ മൊമെന്റ്സ് ആക്ടിങ് അറ്റ് എ ജോയിന്റ് ബി വിൽ ബി ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അതേപോലെ സം ഓഫ് ഓൾ ദ മൊമെന്റ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് സി വിൽ ബി ഈക്വൽ ടു 0. അപ്പം ഈ സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് മൊമെന്റ്സ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മൊമെന്റ്സ് ആണ് വരിക? എം ബി എ വരും, അതേപോലെ എം ബി സി വരും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ വാല്യൂ ക്യാൻ ബി ഈക്വേറ്റഡ് ടു 0.
ഇനി മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആണ് വരിക? എം സി ബി വരും, എം സി ഡി വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് വരേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഡയഗ്രാം വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. So MB is equal to summation of the moments for MB is equal to 0. MBA plus MBC is equal to 0. MBയുടെ വാല്യൂ EI theta B ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. MBCയുടെ വാല്യൂ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റഡ് ടു 0. ഓക്കെ, ഇവിടെ 1 EI theta B ഉണ്ട്, ഇവിടെ 4/3 EI theta B ആണ്. അപ്പോൾ 1 plus 4/3 എന്ന് പറഞ്ഞാൽ 7/3 EI theta B വരും, പ്ലസ് 2/3 EI theta C is equal to minus 120 നെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 120 കിട്ടും. സോ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1. നെക്സ്റ്റ് സിഗ്മ എം സി ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എം സി ബി പ്ലസ് എം സി ഡി ഇസ് ഈക്വൽ ടു 0 വരും. എം സി ബിയുടെ വാല്യൂ എന്താ? 120 പ്ലസ് 4/3 EI theta C പ്ലസ് 2/3 EI theta B പ്ലസ് അതാണ് എം സി ബിയുടെ വാല്യൂ. എം സി ഡിയുടെ വാല്യൂ ആണ് EI theta C. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 120 ഉണ്ട്, ഈ 120 റൈറ്റ് സൈഡിലേക്ക് എടുത്തു, മൈനസ് 120 വരും. പിന്നെ ഉള്ളത് 4/3 EI theta C ഉണ്ട്, പ്ലസ് 1 EI theta C ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/3 EI theta C വരും. ഇവിടെ 2/3 EI theta B ഉണ്ട്. കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എടുക്കുക, രണ്ട് നമ്പർ ഓഫ് അൺനോൺസ് ആണുള്ളത്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ്ലി വാല്യൂ കിട്ടും. EI theta Bയുടെ വാല്യൂ 72ഉം EI theta Cയുടെ വാല്യൂ -72 ആണ് കിട്ടുന്നത്. ഇനി ഈ കിട്ടിയിരിക്കുന്ന അൺനോൺസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ മൊമെന്റ്സ് കിട്ടും. സോ എം എ ബിയുടെ വാല്യൂ 1/2 EI theta B ആയിരുന്നു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് EI theta Bയുടെ വാല്യൂ 72 ആണ്, 72/2 ചെയ്താൽ 36 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് വരിക. എം ബി എ ഇസ് ഈക്വൽ ടു EI theta B ആയിരുന്നു. സോ സിൻസ് EI theta Bയുടെ വാല്യൂ 72 ആയതുകൊണ്ട് അതേ വാല്യൂ തന്നെയാണ് എം ബി എക്കും വരുന്നത്. എം ബി സിയുടെ വാല്യൂ -120 പ്ലസ് 4/3 EI theta B പ്ലസ് 2/3 EI theta C ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? -72 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എം സി ബി ഇസ് ഈക്വൽ ടു 120 പ്ലസ് 1/3 EI theta B പ്ലസ് 2/3 EI theta C. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 72 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി എം സി ഡി ആണ് ആദ്യം എഴുതേണ്ടത്. സോ എം സി ഡി ഇസ് ഈക്വൽ ടു EI theta C വിച്ച് ഇസ് ഈക്വൽ ടു -72 കിലോ ന്യൂട്ടൺ മീറ്റർ. അതേപോലെ എം ഡി സി എന്ന് പറഞ്ഞാൽ 1/2 EI theta C ആണ്. സോ 1/2 എന്ന് പറയുമ്പോൾ -72/2 ആണ് വരിക. സോ ദിസ് വാല്യൂ വിൽ ബി -36 കിലോ ന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ രണ്ട് കാര്യങ്ങളാണ് വരിക. ഒന്ന് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, പിന്നൊന്ന് എൻഡ് സപ്പോർട്ടിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡിംഗ് കാരണം വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ BC സ്പാനിൽ മാത്രമേ വരുന്നുള്ളൂ. സ്പാനിൽ വരുന്ന ലോഡ് എന്താണ്? UDL ആണ്, 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓവർ എ സ്പാൻ ഓഫ് 6 മീറ്റർ. അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? UDL സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിങ് എ UDL എന്ന് പറഞ്ഞാൽ WL²/8 ആണ്. ആ വാല്യൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പാരബോളിക് കേർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. WL²/8 എന്ന് പറഞ്ഞാൽ ഒരു പാരബോളിക് കേർവ് ആണ്. Wയുടെ വാല്യൂ 40 ആണ്, ഇൻറ്റു 6²/8 ചെയ്താൽ 180 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ കിട്ടിയിരിക്കുന്ന എല്ലാ ഫൈനൽ മൊമെന്റ്സും എൻഡ് സപ്പോർട്ട് വാല്യൂ ആണല്ലോ, കിട്ടിയിരിക്കുന്ന എല്ലാ ഫൈനൽ മൊമെന്റ്സും നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എം എ ബിയുടെ വാല്യൂ എന്തായിരുന്നു? 36 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. 36 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. സോ ക്ലോക്ക് വൈസ് വാല്യൂ കാണിക്കുക. നോക്കിയ ഇവിടെ ക്ലോക്ക് വൈസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത് എം എ ബി. നെക്സ്റ്റ് എം ബി എ വാല്യൂ 72 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ആ വാല്യൂ എന്താണ്? അതും പോസിറ്റീവ് ആണ്. അതായത് എ ബി സ്പാനിൽ നോക്കുകയാണെങ്കിൽ ബി എ ആണല്ലോ സ്പാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബി സി സ്പാനിൽ കിട്ടിയിരിക്കുന്ന മൊമെന്റിന്റെ വാല്യൂ -72 ആണ്. -72 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് കാണിക്കേണ്ടത്. സോ ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് കാണിച്ചു. നെക്സ്റ്റ് എം സി ബി വാല്യൂ എത്രയായിരുന്നു? +72 ആണ്. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ,
ഡു ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെയർ, അതായത് മാർക്ക് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി സി ഡി സ്പാനിൽ -72 ആണ്, ഡി സി സ്പാനിൽ -36 ആണ്. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം സി ഡി ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തു. അതേപോലെ ഡി സിയും എന്ത് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തു, ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ വാല്യൂസ് ഇതിൽ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ അറിയേണ്ട കാര്യം ഹോഗിങ് മൊമെൻ്റ് ആണെങ്കിൽ അതാണ് നമ്മുടെ നെഗറ്റീവ് മൊമെൻറ്റ്. ഓക്കെ, ഹോഗിങ് മൊമെൻ്റ് ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായിരുന്നു യൂഷ്വലി നമ്മൾ ബീമിൻ്റെ കേസിൽ ഫോളോ ചെയ്ത കാര്യം. അപ്പം ഫ്രെയിം ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫ്രെയിമാണ്, എ ബി, ബി സി, സി ഡി. അപ്പം എന്താ പറഞ്ഞിരുന്നത്? എ ബി സ്പാൻഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ലോഡ് വരുന്നത് പുറത്തുനിന്ന് അകത്തേക്കാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മൊമെൻറ്റിൻ്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് ഹോഗിങ് മൊമെൻറ്റ് കാണിക്കേണ്ടത് ഫ്രെയിമിൻ്റെ പുറത്തോട്ടാണ്. ഓക്കെ, നെഗറ്റീവ് മൊമെൻറ്റ്സ് ഒക്കെ വരുന്നത് ഫ്രെയിമിൻ്റെ പുറത്തോട്ടും സാഗിങ് മൊമെൻറ്റ് കാണിക്കേണ്ടത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കാണ്. ഇനി വാല്യൂസ് ഹോഗിങ് ആണോ സാഗിങ് ആണോ നോക്കണം. എ ബി സ്പാനിൽ നമ്മൾ ആദ്യം ഒരു സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എ സപ്പോർട്ടിൽ നോക്കുമ്പോൾ എ സപ്പോർട്ടിൽ എന്ത് വാല്യൂ ഉള്ളത്? ഇവിടെ കാണുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതായത് ഈ ഒരു പോർഷനിൽ എന്താണ്? ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൻ്റെ ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ എന്താണ് വാല്യൂ വരിക അവിടെ? അത് സാഗിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ സാഗിങ് മൊമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് ഉള്ളിലേക്കാണ് വാല്യൂ എടുക്കേണ്ടത്. ഉള്ളിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 36 kN/m ഉള്ളിലേക്കാണ് വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, സാഗിങ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബി സപ്പോർട്ടാണ്. ബി സപ്പോർട്ടിലുള്ള മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതായത് സെക്ഷൻ ലൈനിൻ്റെ റൈറ്റിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൊമെൻറ്റ് ഹോഗിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്ഷൻ ലൈനിൻ്റെ റൈറ്റിൽ എന്താ ഉള്ളത്? ക്ലോക്ക് വൈസ് ആണല്ലോ, അതുകൊണ്ട് ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും. ഹോഗിങ് മൊമെൻറ്റ് കാണിക്കേണ്ടത് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ പുറത്തോട്ട്. ഓക്കെ, അപ്പോൾ വാല്യൂ എത്രയാണ്? 72 kN/m ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, 72 പുറത്തേക്ക് മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിനെ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എല്ലാ മെമ്പേഴ്സും പറയാം, അതിനുശേഷം ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബി സി സ്പാൻ ആണ്. ബി സി സ്പാൻ നമ്മൾ എന്ത് ചെയ്യാണ്? സെക്ഷൻ ലൈൻ ഡ്രോ ചെയ്യുന്നു. സെക്ഷൻ ലൈൻ എക്സാക്ട്ലി സെൻറ്റർ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻ ബിറ്റ്വീൻ മിഡിൽ പോർഷനിൽ നമ്മൾ സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് എന്താണ്? ഹോഗിങ് ആണ്. ഹോഗിങ് മൊമെൻറ്റ് എവിടെയാണ് കാണിക്കേണ്ടത്? ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ. ഓക്കെ, അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ പുറത്തോട്ട്. അപ്പോൾ എങ്ങോട്ടാണ് കാണിക്കുക? മേലോട്ടാണ് വാല്യൂ കാണിക്കേണ്ടത്. വാല്യൂ എത്രയാണ്? 72 kN/m. ഇനി അടുത്ത വാല്യൂ സി സപ്പോർട്ടിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൻ ലൈനിൻ്റെ റൈറ്റിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ അതെന്താണ്? അത് വീണ്ടും ഹോഗിങ് മൊമെൻ്റ് ആണ്. ഷോ ദ ഹോഗിങ് മൊമെൻറ്റ് എബവ് ദ ന്യൂട്രൽ ആക്സിസ് ഓർ ഔട്ട്സൈഡ് ദ ഫ്രെയിം. അപ്പം നമുക്ക് 72യുടെ വാല്യൂ കിട്ടിയിരിക്കുന്നു. ഓക്കെ, രണ്ട് വാല്യൂം 72 ആണ്. നെക്സ്റ്റ് നമ്മൾ തേർഡ് മെമ്പർ, അതായത് സി ഡി മെമ്പർ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ സി ഡി മെമ്പർ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തു. സെക്ഷൻ ലൈൻ ഇതാണ്. ഓക്കെ, സി ഡി സ്പാനിന് സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തു. സി സപ്പോർട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഹോഗിങ് ആയിരിക്കും. ഹോഗിങ് ആണെങ്കിൽ പുറത്തോട്ടാണ് വാല്യൂ കാണിക്കേണ്ടത്. സോ വാല്യൂ എത്രയാണ്? 72 kN/m ആണ്. ഡ്രോ ദ വാല്യൂ ഔട്ട്സൈഡ് ദ ഫ്രെയിം. ഓക്കെ, നെക്സ്റ്റ് ഡി സപ്പോർട്ടിൽ നോക്കുമ്പോൾ അവിടെയുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഈ മൊമെൻറ്റ് കാണുന്നില്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ എന്താ മീനിങ്? അത് സാഗിങ് മൊമെൻ്റ് ആണ്. സെക്ഷൻ ലൈനിൻ്റെ റൈറ്റിൽ ക്ലോക്ക് വൈസ് ആണെങ്കിലാണ് ഹോഗിങ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സാഗിങ് മൊമെൻ്റ് ആണ് വരിക. സോ എന്ത് ചെയ്യുക? ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട്, or else you can simply say draw the line below the neutral axis. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ എല്ലാ വാല്യൂസും വരിക. ഓക്കെ, ഇതിപ്പം കാണിച്ചേക്കുന്ന എൻഡ് സപ്പോർട്ടിൻ്റെ വാല്യൂസ് ആണ്. ഇതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ
എൻഡ് സപ്പോർട്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഓൾറെഡി ഞാൻ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, അതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. പിന്നൊരു കാര്യം കാണിക്കുന്ന സമയത്ത് ഓർമ്മിക്കേണ്ടത്, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ടുള്ള വാല്യൂസ് ഒക്കെ, അതായത് ഇതൊക്കെ പോസിറ്റീവ് ആണ്, ഇതൊക്കെ നെഗറ്റീവ് ആണ്. ന്യൂട്രൽ ആക്സിസിൻ്റെ പുറത്തോട്ട് അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തേക്ക് അല്ലെങ്കിൽ എബവ് ദ ന്യൂട്രൽ ആക്സിസ് ആണെങ്കിൽ ആ വാല്യൂസ് ഒക്കെ എന്താണ്, നെഗറ്റീവ്. ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ കംപ്ലീറ്റ് പാരബോളിക് കർവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എവിടെയൊക്കെയാണോ നമ്മുടെ ഓവർലാപ്പിംഗ് ഇല്ലാത്തത് ആ കംപ്ലീറ്റ് പോർഷൻ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വിൽ ബി ലൈക്ക്.